السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. صدق الله العظيم. വെള്ളിയാഴ്ചയിൽ പാരായണം പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 8 ആയത്ത് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും പട്ടികയും നാളത്തെ പരലോകത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ലാസ്റ്റും അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഇതേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ആമുഖവും അവസാനം പ്രത്യേകിച്ച് 4 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിനിടയിൽ സുപ്രധാനമായ 4 ചോദ്യങ്ങൾക്ക് ചരിത്രത്തിലൂടെ മറുപടിയും ഒരു മനുഷ്യനെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദീനിയായ ഫിത്നയെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചും വളരെ കൃത്യമായി സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരുപാട് ആയത്തുകളുമാണ് ഇടയിലുള്ളത്. അതിൻ്റെ ആരംഭം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആത്മാവിൻ്റെ ദീപശിഖയായ നാവിൻ്റെ മുദ്രാവാക്യമായ എല്ലാ സമയത്തും അവൻ്റെ മാനസിക അവസ്ഥയിൽ ഉണ്ടാകേണ്ട സുപ്രധാന ദിക്ർ പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നത് സന്തോഷ സന്താപ ക്ലേശ സമയത്തും പരീക്ഷണ സമയത്തും വിജയത്തിന്റെ സമയത്തും ദാരിദ്ര്യ സമയത്തും ഐശ്വര്യ സമയത്തും ആരോഗ്യ സമയത്തും അനാരോഗ്യ സമയത്തുമൊക്കെ ഒരു വിശ്വാസിയുടെ മാനസിക അവസ്ഥ അൽഹംദുലില്ലാഹ് എന്നതായാൽ ഹിസാബില്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദു അതിലെ അലിഫ് ലാം ഹംദ് എന്ന് പറയുന്നതിൽ നിന്നും അൽ കൂട്ടിയാൽ ഇത്തിരി വ്യത്യാസമുണ്ട്. സ്തുതി എന്നത് 3 ഐറ്റം സ്തുതിയുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ സ്തുതിക്കലുണ്ട്. അള്ളാഹു മനുഷ്യനെ സ്തുതിക്കലുണ്ട്. മനുഷ്യനെ സ്തുതിക്കലുണ്ട്. മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിക്കലുണ്ട്. ഇങ്ങനെ സ്തുതി 4 ഐറ്റമാണ്. ഒന്ന്, അള്ളാഹിനെ തന്നെ സ്തുതിക്കലുണ്ട്. അള്ളാഹു മനുഷ്യനെ സ്തുതിക്കലുണ്ട്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അതൊരു സ്തുതിയാണ്. അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല സ്തുതിച്ചതാണ്. അപ്പൊ അള്ളാഹു മനുഷ്യനെ സ്തുതിക്കലുണ്ട്. ഇനി മനുഷ്യനെ സ്തുതിക്കലുണ്ട്. മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിക്കലുണ്ട്. ഈ 4 സ്തുതിയും അതാണ് അൽ. ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലില്ലാഹ്. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹ്, അൻസല, അവൻ ഇറക്കിയിട്ടുണ്ട്, അല അബ്ദിഹി, അവന്റെ അടിയനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് ഇറക്കിയിട്ടുണ്ട്. അൽ കിതാബ, വിശുദ്ധ ഖുർആനിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഖുർആൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത, ലോകത്ത് അള്ളാഹു ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങളുടെ വിശദീകരണങ്ങളുടെ സാരാംശങ്ങളുടെ ആഴങ്ങളുടെ ഷോർട്ട് ഖുർആനിലുണ്ട്. ഖുർആനിലുള്ള എല്ലാ വിഷയങ്ങളുടെയും ഷോർട്ട് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുള്ള എല്ലാ വിഷയങ്ങളുടെയും ആകത്തുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ആകത്തുക ബ എന്ന അക്ഷരത്തിന്റെ അകത്തുണ്ട്. അതാണ് ഖുർആൻ. നമ്മൾ ഈ അർത്ഥം വെച്ച് പോകുന്ന പോലെ പോയാൽ അതൊന്നും മനസ്സിലാവില്ല. ഞാൻ കണ്ണൂരിൽ ബ എന്ന അക്ഷരം 3 ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആലിമ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് മാത്രം. കണ്ണൂരില് ബ എന്ന അക്ഷരം 3 ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ബാ എന്നുള്ള അക്ഷരത്തിനെ കുറിച്ച് പറയാണ്ടോ? പറയാണ്ട്.
അതാണ് ഖുർആൻ. കുല്ലഹു കാനൽ ബഹറു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ. ഇതാണ് ഖുർആൻ. സമുദ്രജലം മുഴുവനും മഷിയായാലും വൃക്ഷങ്ങൾ മുഴുവനും പേനയായാലും അത് രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആൻ മുഴുവനല്ല, അതിന്റെ ഒരു സെന്റൻസിന്റെ കീഴിലുള്ള ആശയത്തെ ആരെങ്കിലും പ്രകാശിപ്പിച്ച് എഴുതി മതിയാക്കാൻ ശ്രമിച്ചാൽ വെള്ളം വറ്റാന്നല്ലാതെ ഇത് കൊടുക്കുക അനുകൂല എന്ന് പറഞ്ഞ ഖുർആനാണ്. എല്ലാം ഖുർആനാണ്. ആ അൽ കിതാബ് അതൊരു ശാസ്ത്രജ്ഞന്റെ മുമ്പിൽ ശാസ്ത്രീയ ഗ്രന്ഥമാണ്. ഒരു മതപണ്ഡിതനെ എടുത്തു നോക്കിയാൽ മതത്തിന്റെ ആഴത്തിലുള്ള നിയമങ്ങളാണ്. ഒരു സാഹിത്യകാരന്റെ മുമ്പിൽ സാഹിത്യത്തിന്റെ പൂക്കലയാണ്. ഒരു ചരിത്രകാരന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥമാണ്. ഒരു ഭാഷാ പണ്ഡിതന്റെ മുമ്പിൽ ഭാഷ സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ മുമ്പിൽ കർമ്മശാസ്ത്രത്തിലേക്ക് ഊളിയിട്ട ആഴമുള്ള സൂചനകൾ പറയുന്ന ഗ്രന്ഥമാണ്. ഒരു ചരിത്രകാരന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ ഉദ്യാനം പോലെയുള്ള വിശാലമായ സൗന്ദര്യ ഗ്രന്ഥമാണ്. ഒരു സംഗീതജ്ഞന്റെ മുമ്പിൽ ആത്മാവിന്റെ സംഗീതമാണ്. ഒന്നും അറിയാത്തവന്റെ മുമ്പിലും ഖുർആനിന്റെ ശൈലീ വിശേഷത്തിലൂടെയുള്ള പാരായണം കേട്ടാൽ അറിയാതെ ആസ്വദിച്ച് ലയിച്ചു പോവുകയാണ് വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആന്റെ മാത്രം പ്രത്യേകതയാണ്. വേറെ ലോകത്തൊരു ഗ്രന്ഥത്തിന് പ്രത്യേകതയില്ല, ഒരിക്കലുമില്ല. അപ്പൊ നിങ്ങള് ഫാത്തിഹ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? നിങ്ങൾക്ക് ഇതുവരെ മടുത്തുക്കണോ? നിങ്ങൾക്ക് തോന്നിക്കണോ എന്താ ഈ ഫാത്തിഹ? ഒരു പാട്ട് ഒരു മനുഷ്യന് കൂടിയ എത്ര തവണ കേൾക്കും? ഒരേ പാട്ട് ആദ്യം ഒന്ന് കേൾക്കും, രണ്ടാമത്തെ കേൾക്കും, മൂന്നാമത് കേൾക്കും, നാലാമത് ആ പാട്ട് വെച്ച ആളോട് പറയാൻ എനിക്ക് സുഖമില്ല. എത്ര ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിലും എനിക്കൊന്നും സുഖമില്ല. എത്ര വട്ടായപ്പോ ഈ പാട്ട് ഇങ്ങനെ കേൾപ്പിക്കണം. എന്നാ ഒരു ദിവസം ഖുർആൻ കേൾക്കുന്നതും പാരായണം ചെയ്യണതും 17 വട്ടാണ്, 17 റക്അത്തില്. ഈ ഓതൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിക്കണേ? ഇതൊന്നും മാറ്റി പിടിച്ചാലും തോന്നിക്കണേ? ഇല്ല, തോന്നൂല. അതാണ് ഖുർആൻ, അതാണ് ഖുർആൻ. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. അൽ കിതാബ് ഇത് മനപ്പാടാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് സൂറത്തുൽ ലഹ് പറ്റുന്നവരൊക്കെ അതിന്റെ ആദ്യത്തെ 10 ആയത്തെങ്കിലും മനപ്പാടായിക്കോളി. ഇനിയുള്ള കാലം അതിനൊക്കെ ഒരുങ്ങി മനപ്പാടാക്കി നിൽക്കേണ്ട കാലവും കൂടിയാണ്. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അതിന്റെ ആനുകൂല്യം. ഇതാ വരാൻ പോകേണ്ട അടുത്ത് തന്നെ 1500 കൊല്ലം മുമ്പ് ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് കാവൽത്തേട്ടം തുടങ്ങിയിട്ടുണ്ട്. അന്ന് വരൂലെന്ന് ഉറപ്പാണ്. വരൂലെന്ന് ഉറപ്പുള്ള കാലത്ത് കാവൽ തേടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കാലത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുള്ളത്. വരുന്നല്ല, നീ എപ്പോഴും വരാം, കാരണം മറ്റുള്ളതൊക്കെ റെഡിയാണ്. നീ ആളുകൊണ്ട് വന്നാൽ മതി. മറ്റുള്ള ഏറെക്കുറെ ബെടാ അടയാളങ്ങളൊക്കെ അങ്കുലി പരിതമായ ചിലതൊഴിച്ച് ബാക്കിയൊക്കെ തകൃതിയിൽ വളരെ വിലസി നടക്കുകയാണ്. അപ്പോ ഇനിയുള്ള കാലത്ത് ദജ്ജാൽ വന്ന ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിചയങ്ങളൊക്കെ കൈപിടിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ സുപ്രധാനമായ പരിചയമാണ് സൂറത്തുൽ കഹ്ഫ്. അതിന്റെ പ്രാരംഭത്തിലുള്ള 10 ആയത്ത് മനപ്പാടമാക്കിയാൽ അവൻ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ അത് സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് മാത്രം പറയാൻ കാരണം? ഈ ഒരു ആനുകൂല്യം ഖുൽ ഹുവല്ലാഹ് എന്നുള്ള സൂറത്ത് ആരെങ്കിലും മനപ്പാടാക്കിയാൽ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലല്ലോ. ആരെങ്കിലും സൂറത്തുൽ ഫാത്തിഹ മനപ്പാടാക്കിയാൽ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് മനപ്പാടാക്കിയ ദജ്ജാലിന്റെ ഷർറ് യേശൂല എന്ന് പറയാൻ കാരണം എന്താണ്? ഈ സൂറത്ത് അങ്ങനെയാണ്. ഈ സൂറത്തിൽ 7 ചെറുപ്പക്കാരെ കുറിച്ച് ചർച്ച ഉണ്ടല്ലോ. ആ ചെറുപ്പക്കാരുടെ കാലത്ത് ഒരു മനുഷ്യ ദജ്ജാൽ ഉണ്ടായിരുന്നു, ദിക്കിയാനൂസ്. ആ ദിക്കിയാനൂസ് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് പോവാണ്, തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ എന്നെ ആരാധിക്കുന്നിടത്തേക്ക് വന്നിട്ടില്ല, നിങ്ങൾ ഈ തൗഹീദിൽ ഉറച്ചിക്കുകയാണെങ്കിൽ മുഴുവനത്തിനെയും കഴുത്ത് വെട്ടി ഞാൻ കൊല്ലുന്നു. നിങ്ങൾക്ക് ഞാൻ സമയം തരാം, നിങ്ങൾ നമ്മളെ നാട്ടിലെ ചൊറുക്കളെ ചെക്കന്മാരാണ്, അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളെ ഞാൻ വെട്ടിക്കൊല്ലണില്ല, സമയം തരാം, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറഞ്ഞു. ആ തിരിച്ചു വരുന്നതിനിടയിലാണ് അവർ ഈ ഗുഹന്റെ ഉള്ളിൽ കയറി വിളിച്ചത്. അപ്പൊ അന്നത്തെ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ട സംഭവം പറയുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഇത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എല്ലാ ദജ്ജാലിന്റെ ഷർറിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും.
ആദ്യത്തെ 10 ആയത്തൊന്നും മനപ്പാടാക്കുന്നത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തുടങ്ങുന്നത് അതിമനോഹരമായ മാനസിക അവസ്ഥ വിശ്വാസിക്ക് എങ്ങനെയാവണമെന്ന് സൂചിപ്പിക്കുന്ന ദിക്ർ കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. പിന്നെ അബ്ദാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ക്വാളിഫിക്കേഷൻ നബിയാണ് എന്നതോ റസൂലാണ് എന്നതോ ഒന്നുമല്ല, അബ്ദാണ് എന്നതാണ്. മനുഷ്യന്റെ അടിമയാവുക എന്നത് നിന്ദ്യതയാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാവുക എന്നത് മഹത്വമാണ്, ബഹുമാനമാണ്, ഉന്നതിയാണ്. മനുഷ്യനോട് യാചിക്കുക എന്നത് അപമാനമാണ്. മനുഷ്യൻ അള്ളാഹുവിനോട് യാചിക്കുക എന്നത് അഭിമാനമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹിനോട് ദ്വാരക്കൽ അള്ളാഹിനോട് ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ഇരക്കുക എന്ന് തന്നെ അതിന്റെ മാന വേറെ ഒന്നുമല്ല. അള്ളാഹിനോട് ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ഇരക്കാന്ന്, അത് അഭിമാനാണ്. മനുഷ്യനോട് ഇരക്കൽ അപമാനമാണ്. അള്ളാഹിന്റെ യഥാർത്ഥ അടിമയാവൽ അഭിമാനമാണ്. മനുഷ്യന്റെ അടിമയാവൽ അപമാനമാണ്. ഈ അടിമ എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമുന്നത വിശേഷണം, അടിമ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ് എന്നാണ് ഉപയോഗിച്ചത്. മിഅ്റാജ് പറയുന്ന സ്ഥലത്ത് അതാണ് ഉപയോഗിച്ചത്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അവിടെ അബ്ദ് എന്നാണ് ഉപയോഗിച്ചത്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ, അവിടെ അബ്ദ് എന്നാണ് ഉപയോഗിച്ചത്. അറായിത്ത നിങ്ങൾ കണ്ടില്ലേ, അല്ലതി ഒരുത്തനെ എൻഹ, അവൻ മുടക്കാണ്. അബ്ദൻ ഒരടിമയെ, അടിമാരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ കഴുത്തിൽ കൊടൽമാലിട്ടോ നിസ്കാരത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ച അബൂജാഹിലിനെ കുറിച്ചാണ് ആ മുടക്കാണ് എന്ന് പറഞ്ഞത്. അവനെ കുറിച്ച് അബ്ദ് എന്നും പറഞ്ഞില്ല, അവന്റെ പേരും പറഞ്ഞില്ല. ഒരുത്തനെ കണ്ടില്ലേ, യഥാർത്ഥ അടിമ നിസ്കരിക്കണമെന്ന് മുടക്കാൻ വരുന്ന ഒരുത്തനെ കണ്ടില്ലേ, അവിടെ അബ്ദ് എന്നാണ് ഉപയോഗിച്ചത്. മിറാജിന്റെ രാത്രിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾ ഭൂമിയിൽ നിൽക്കുമ്പോ സപ്ത ആകാശങ്ങൾ കയറി അർശും കഴിഞ്ഞ് കുർസും കഴിഞ്ഞ് എന്റെ മുമ്പിലെത്തിയില്ലേ, നിങ്ങൾ ഈ വന്നതിനെ കുറിച്ച് ഞാൻ നാളെ ഭൂമിയിലുള്ള ആൾക്കാരോട് പറയുമ്പോ ആര് വന്നു എന്നാണ് ഞാൻ പറയേണ്ടത്? നബി വന്നു എന്നാണോ പറയേണ്ടത്? റസൂല് വന്നു എന്നാണോ പറയേണ്ടത്? എന്റെ ഹബീബ് വന്നു എന്നാണോ പറയേണ്ടത്? ലോകത്തെ ഏറ്റവും വലിയ മഹാന് വന്നു എന്നാണോ പറയേണ്ടത്? നിങ്ങൾ ഈ വന്നു പോയതിനെ കുറിച്ച് ഞാൻ ആളുകളോട് എന്തിനാ പറയേണ്ടതെന്ന് അവന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ അടിമാന്നൊന്ന് പറഞ്ഞാ മതി പടച്ചോനെ, വേറൊന്നും പറയണ്ട. അപ്പോഴാണ് ആ ആയത്ത് ഇറങ്ങിയത്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി. ഇതിന്റെ തുടക്കത്തിലുള്ള ആയത്ത് നമുക്ക് നൽകുന്ന സുപ്രധാനമായ സന്ദേശം, നമ്മൾ അള്ളാന്റെ അബ്ദായി മാറുക എന്നുള്ളത്. അബ്ദായി മാറിയ വലിയ സുഖമുണ്ട്. മാറുന്ന സമയത്ത് കുറച്ച് ഇടങ്ങറുണ്ടാവും, മാറിക്കഴിഞ്ഞാൽ ഭയങ്കര സുഖം. മാറുന്ന സമയത്ത് എന്താ ഇടങ്ങറ്? അബ്ദാണെങ്കിൽ യജമാനൻ എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം, ഇഷ്ടമുള്ളതാവട്ടെ ഇഷ്ടമില്ലാത്താവട്ടെ. അതിന് മാതൃകയാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം, അബ്ദാണല്ലോ. എന്തൊക്കെ പറഞ്ഞു നോക്കി. ഒരു മനുഷ്യനോട് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുന്നാണോ പറഞ്ഞത്? 90 കൊല്ലം ദ്വാരന്ന് കിട്ടിയ കുട്ടിനെ അറുക്കണം എന്നാണ് ഈ പറഞ്ഞത്. പടച്ചോനെ യാ അല്ലാഹ്, അബ്ദാണ്. അല്ലാഹ് പറഞ്ഞെന്നാണ് മനസ്സിലായപ്പോ അറുക്കാനാണ് കൊണ്ടുപോയി. ഈ കുട്ടിനെ പൈതലിനാണ് കൊണ്ടുപോയി അറുക്കാൻ. ആ അറുത്തിട്ട് ഈ ഇറച്ചി എന്തിനാ പറ്റിയ? നമ്മള് കന്നിനെ അറുത്തപ്പോ ഇറച്ചി എല്ലാവർക്കും ഷെയർ ചെയ്യും. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഇറച്ചിന്റെ ശവായി ആക്കാൻ പറ്റില്ല, അത് കുബൂസിനുള്ള വെക്കാൻ പറ്റും. അതൊന്നും ചിന്തിച്ചില്ല. അത് എന്ത് ചെയ്യണം എന്നുള്ള വേറെ കാര്യം. അള്ളയാണ് പറഞ്ഞത് അർക്കനെ, പക്ഷെ അർക്കൂലട്ടോ. അള്ളാന്റെ പ്ലാൻ അർക്കണ്ടെന്നാണ്. എന്നാലും പറഞ്ഞത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായല്ലോ. അതാണ് അബ്ദ്. അള്ള എന്ത് പറഞ്ഞാലും ശിരസ വഹിക്കുക, അതാണ് അബ്ദ്.
നമ്മൾ അബ്ദുള്ളയാണോ അബ്ദുദ്ദുനിയാണോ എന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാലമാണ്. ദുന്യാവിന്റെ തിരക്കിനിടയിൽ പള്ളി മറക്കണ്, ദുന്യാവിന്റെ തിരക്കിനിടയിൽ നിസ്കാരത്തിന്റെ സമയം തെറ്റണ്, ദുന്യാവ് ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ അള്ളാനെ ഓർമ്മയില്ലാതാവണ്, ദുന്യാവ് ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ ഖുർആൻ ഓതാൻ മറക്കണ്. ഇത് അബ്ദുള്ളയല്ല, ഇത് അബ്ദുദ്ദിർഹമാണ്, അബ്ദുദ്ദീനാറാണ്, അബ്ദുദ്ദുനിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അബ്ദുള്ളയാവണം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. ആ കിതാബിൽ വളവും തിരിവും കുഴപ്പങ്ങളൊന്നുമില്ല. ആ കിതാബ് കണ്ടീഷനാണ്. ലോകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഉണ്ടാവും. ഇത് അന്യോന്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിലുള്ള കുഴപ്പങ്ങൾ വായനക്കാർ സാദരം ഉണർത്തിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിർത്തുന്നു. എല്ലാ പുസ്തകത്തിലും ഉണ്ടാവും. ഏത് വലിയ ആളെ എഴുതിയാലും ഉണ്ടാവും. എന്റെ പുസ്തകം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ആരെങ്കിലും തെറ്റ് കണ്ടാൽ സൂചിപ്പിക്കണം എന്ന് സാദരം ഉണർത്തുന്നു എന്നാണ്. എന്നാ അള്ളാന്റെ ഖുർആൻ തുടങ്ങുന്നത് ഒരു തെറ്റ് ഒരു മനുഷ്യനും കണ്ടെത്താൻ കഴിയില്ല, ഇതിലൊരു കുഴപ്പമില്ല എന്നാണ്. ഈ ആയത്ത് കണ്ടിട്ടാണ് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചത്. ഇതിലൊരു കുഴപ്പമില്ല, ഒരാൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നിട്ടൊരു വെല്ലുവിളിയും വേണമെങ്കിൽ ഇതുപോലത്തെ ഇത് മുഴുവനും കൂടി വേണ്ട, ഒരു ചെറിയ ആയത്ത്, ഒരു ചെറിയ സൂറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ കൊണ്ടുവരും. അതിന് നിങ്ങൾ എല്ലാരും കൂട്ടുപിടിച്ചോളിയും. ഈ വെല്ലുവിളി അന്തരീക്ഷത്തിൽ എപ്പോഴും തൂങ്ങിക്കിടക്കാണ്. കൊല്ലം 1500 ഇതുവരെ ഒരാളും കൊടുത്തിട്ടില്ല. ആല് കിതാബ് അത് അള്ളാഹു ഇറക്കി കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിന്റെ ഉള്ളറകളിലൂടെ നമുക്ക് ഓരോ വാരത്തിലും ഹൃദയഹാരിയായ യാത്ര ചെയ്യണം. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. എന്തായാലും അജി എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞാവാജി മിഞ്ഞാന്ന് കടിക്കാരൻ കുടുക്കിന്നാണ് പറഞ്ഞത്. അപ്പോ ഇന്ന് ആ കുടുക്കുന്ന രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നത്തെ വാങ്ങൂടി കിട്ടാനുള്ള ട്രിക്കാണോന്ന് അറിയില്ല. ഏതായാലും ഇന്ന് ചായയും ചീനിയൊക്കെ ഉണ്ട്. നാളെ ആരും ചായയും ചീനിയും കൊണ്ടുവരാം. നാളെ എന്റെ വകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ ആരും അതിന് നെയ്യത്ത്, നാളെ എന്റെ വക തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ച ദിവസമായിരുന്നു മിഞ്ഞാന്ന്. അള്ളാഹു തആല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഉമ്മാന്റെ ഖബറും അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ജ്യേഷ്ഠനെ 5 മരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നമ്മളെ മാതാപിതാക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമനായ അല്ലാഹുവേ, ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതും കേട്ടതും ഫജ്റിന് തന്നെ ഈ പള്ളിയിൽ വന്ന് ഒരുമിച്ച് കൂടിയത് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഇതൊക്കെ നാളത്തെ രക്ഷക്ക് നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ ഗുണങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് സന്തോഷിച്ച സ്വർഗത്തിൽ ഇതിനേക്കാൾ ആനന്ദത്തോടെ, ഒരുമയോടെ, ഐക്യത്തോടെ, മനസ്സിന്റെ വിശാലതയോടെ ഒരുമിച്ചുകൂടി ഈ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്ത് സുഖിക്കുന്ന വിഭാഗത്തിൽപ്പെടുത്തണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങൾ ആരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഒരു സെക്കൻഡും നരകത്തിൽ കരിക്കല്ല അല്ലാഹ്. അല്ലാഹു ആഖിറ സമാനിൽ രക്ഷപ്പെടാനുള്ള അമലുകളായി ഇരുത്തമീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത് രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാളും നന്മയാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചതാണല്ലോ. ആ നന്മ ഞങ്ങൾക്ക് എഴുതി വെക്കണേ അല്ലാഹ്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾ ആരും പെടുന്നതിനെ മരിപ്പിക്കല്ല അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്. കടക്കാരനാക്കി മരിപ്പിക്കല്ല അല്ലാഹ്. ആരോഗ്യം നീ പിൻവലിക്കല്ല അല്ലാഹ്. രോഗം തരല്ലേ അല്ലാഹ്. തളർത്തിക്കിടത്തല്ലേ അല്ലാഹ്.
കടത്തിൽ കൊടുക്കല്ലേ അല്ലാ, ശത്രുക്കൾക്ക് കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളെ ജീവിതം വഴിമുട്ടിക്കല്ലേ അല്ലാ, കൽബിന് അസ്വസ്ഥത നൽകല്ലേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, യഖീന് നൽകണേ അല്ലാ, മാരിഫത്ത് നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ജീവിതത്തിൽ സ്വസ്ഥത നൽകണേ അല്ലാ, കുടുംബത്തിൽ സ്വസ്ഥത നൽകണേ അല്ലാ. അള്ളാഹുവെ, ഭാര്യമാരെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ സാസിലുണ്ട്, നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ നീ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണത്തിൽ തളർത്തല്ലേ അല്ലാ. ഞങ്ങൾ ബലഹീനരാണ്, ഈമാൻ കുറവുള്ളവരാണ്, ഞങ്ങളുടെ ഈമാൻ നീ പരിശോധിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ ഏറ്റി തരണേ അല്ലാ. അള്ളാഹുവെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അതൊക്കെ നിന്റെ ത്വഅത്തിലാക്കി തരണേ അല്ലാ, ദീനി ദഅവത്തിലാക്കി തരണേ അല്ലാ, മദ്ഹിലാക്കി തരണേ അല്ലാ, ജനങ്ങളെ സഹായിക്കാനാക്കി തരണേ അല്ലാ, കുടുംബത്തെ പോറ്റാനാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, കച്ചവടക്കാരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. കടലിലും കരയിലും ഇറങ്ങുന്നവരുണ്ട്, നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, കിണറ്റിലിറങ്ങുന്നവരും മുകളിൽ കയറുന്നവരൊക്കെ ഉണ്ട്, എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ, നീ പൊരുത്തപ്പെട്ട അടിയങ്ങളിൽ ഞങ്ങൾക്ക് ഇടം നൽകണേ അല്ലാ. നിന്റെ പൊരുത്തക്കേടുള്ള ദുർജനങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ സാസിൽ അമീൻ പറയുന്ന ഏതെങ്കിലും ഒരാളുടെ തങ്ങന്മാർ ഈ സദസ്സിലുണ്ട്, നീ സ്വീകരിക്കുമല്ലോ. അതിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും മരണം നന്നാക്കി തരണേ അല്ലാ, നല്ല മരണാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ പെരുന്നാൾ മൗത്തിന്റെ ദിവസമാക്കണേ അല്ലാ. ഞങ്ങളുടെ സുരക്ഷിത താവളം ഖബറാക്കണേ അല്ലാ. നാളത്തെ തറവാട് സ്വർഗമാക്കണേ അല്ലാ. ഇതൊക്കെ അതിന് കാരണമാക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് റഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه واغفر لنا يا غفار وانصرنا يا نصير واستر عيوبنا يا ستار وهب لنا يا وهاب وارزقنا يا رزاق وأعزنا يا معز. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وللحجاج وللعمال ولمن استغفروا لهم ولمن ماتوا منا ومنهم ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة والحمد لله رب العالمين. السلام عليكم ورحمة الله.